നമസ്കാരം. അങ്ങോട്ട് കയറാവോ? എന്താ വന്നേ? ഈ ബാലക്കാരൻ പുഷ്പതാങ്കതാ തന്നെ ബാല ബുക്ക് ചെയ്യാനാണ് എന്റെ ബാലെ. അങ്ങനെയാണെങ്കിൽ എന്റെ കൂട്ടലം എടുത്താലോ? അയ്യോ വേണ്ട, കൂട്ടലം വേണ്ട, കൂട്ടലം വേണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ എന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ബാലയാണ് താണ്ഡവ നൃത്തം. അതെടുത്താലോ? അത് വേണ്ട, അത് വേണ്ട. ശകുന്തളവധം. അയ്യോ വേണ്ട, അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്നത്തേക്കാണ്? അടുത്ത മാസം 15-ാം തീയതി. അടുത്ത മാസം 15-ാം തീയതി. അത് ശരി. അപ്പൊ അന്ന് മറ്റേ ശിവരാത്രി ഇല്ലേ? ശിവരാത്രി. ദൈവികമായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടോ നിങ്ങളെ? ദൈവികമായിട്ടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൂപ്പർ സാധനമുണ്ട്. കൗശല കുണ്ടലം. ഈ കുണ്ടലത്തിന് എത്രയാണ് റേറ്റ്? റേറ്റ് എന്ന് പറയുന്നത് ചിലർ 61,000 രൂപ കളിക്കാം. 61,000 രൂപയ്ക്ക് ഒരു കാര്യം. ശരി, സമ്മതിച്ചു. 61 തിരിഞ്ഞത് നമ്മള് ദക്ഷിണായിട്ട് ഫുൾ എമൗണ്ട് അങ്ങ് തരാം. 61 രൂപയ്ക്ക് വന്ന് കളിക്കുമല്ലോ അല്ലേ? എന്ത് ഇങ്ങോട്ട് നേട്ടോ? നിന്റെ കയ്യിൽ വെച്ചിരുന്നാ അത് നിങ്ങളല്ലേ പറഞ്ഞ കളിയാക്കുന്നതാണ്. നിങ്ങളല്ലേ പറഞ്ഞ 61,000 രൂപ. 61 രൂപ നിന്ന് പോരെ. കേൾക്കണോ സാറേ? ഇരിക്കണോ സാറേ? സമാധാനം ആശാനെ പറ്റി അങ്ങനെ നല്ല അഭിപ്രായമുള്ള ഒരു ആശാനാണ് ആശാന്റെ നാടകം അല്ലെങ്കിൽ ആ ബാല അതിന്റെ ആശാന്റെ ഒരു തേജസ് ഉണ്ടല്ലോ. ആശാൻ ഒന്ന് സമാധാനപ്പെടണം ആശാനെ. ഇത്തിരി നാരങ്ങയുടെ പിഴിഞ്ഞ് പഞ്ചസാര കൊള്ളായിരിക്കും. ഓ അല്ല, ഇതിപ്പം 61,000. അയ്യോ, അത് അത്രയും പറ്റൂല. നിങ്ങൾ ആ നാടകം, ആ ഗംഭീരം, ആ പ്രകടനം കണ്ടിട്ടാണ് ആൾക്കാർ എല്ലാരും കൂടെ പറഞ്ഞത് നിങ്ങൾ ബാലയെ മാത്രം മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു 50 രൂപ കളിച്ച വലിയ ബുദ്ധിമുട്ട്. ആശാന്റെ പേര് വെച്ചിട്ട് വേണം 10 രൂപയെങ്കിലും പിരിച്ചെടുക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആശ ഒരു ഫേമസ് അല്ലേ ആശാനെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 40 രൂപ കളിച്ചാൽ അല്പോടെ താഴ്ത്ത് വരെ. നമ്മളും നിങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല, താന്ന് വരെ. അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 35 രൂപ കളിച്ചാൽ പ്രയാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 25 രൂപ കളിച്ചാൽ കുറച്ചും ഒരു അല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. കുറച്ചും ആളവിടെ പോയി സത്യം പറയല്ല, ശിവരാത്രിക്ക് ഇതുവരെ ഒരു കളി പോലും ബുക്കിംഗ് ആയിട്ടില്ല. അതിന് 5000 രൂപയെങ്കിലും തന്ന ഞങ്ങൾ അവിടെ കളിച്ചു തരാം. ഒരു